മഹാനായ നേതാവിനെ ഇന്നും ഈ രാജ്യത്തെ ഭരണം നടത്തുന്ന ബി ജെ പിക്കാരുടെ നേതൃത്വത്തിൽ വലിയ വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള ആധിപത്യമാണ് ഈ മഹാരാജ്യത്ത് നടക്കുന്നത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുഴുവൻ നെഹ്റുവിനെ കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങൾ അഴിച്ചുവിടുകയാണ്. അപ്പോൾ നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അത് പറയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരായ നമ്മൾ ഓരോരുത്തരുമാണ്. അത് ഈ ശിശുദിനം പോലുള്ള ദിവസത്തിൽ നെഹ്റുവിൻ്റെ ആ മഹത് വചനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് നന്നായി മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുകയും നമ്മുടെ പാർട്ടി പ്രവർത്തകരോട് ഇതൊക്കെ ഏറ്റുപറയുകയും ചെയ്യേണ്ട ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ട രചിച്ച ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ജീവചരിത്രം തന്നെ നമുക്ക് എന്നും പ്രചോദനമാകുന്നതാണ്. അപ്പോൾ ഈ അന്ധമായ ഒരു നെഹ്റു വിരോധം കൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തോടുള്ള കോൺഗ്രസിൻ്റെ ആ കുടുംബത്തോടുള്ള അടുപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാണിക്കുന്നത് കൊണ്ടുള്ള അസൂയ കൊണ്ട് ഇന്ന് ബി ജെ പിക്കാരൊക്കെ പറഞ്ഞു വരുത്തുന്ന ഇത്തരം അപവാദ കഥകൾ നമുക്ക് വിസ്മരിക്കാം. നെഹ്റു എന്ന മഹാനായ നേതാവിനെ നമുക്ക് സ്മരിക്കാം. അദ്ദേഹത്തിൻ്റെ കുട്ടികളോടുള്ള സ്നേഹം എന്നും വാഴ്ത്തപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല ഗുണം ഈ ദിവസം ലോകം മുഴുവൻ അറിയപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഈ ശിശുദിനമായി ആചരിക്കുന്നതും ഈ രാജ്യം മുഴുവൻ അങ്ങനെ ഒരു ദിവസം നവംബർ 14 ശിശുദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ ദിവസം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായിക്കൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ ശ്രീ കെ പി അയ്യപ്പനടക്കം സി പി സുഭാഷിനടക്കം എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. നന്ദി. ശിശുദിനമായി ആചരിക്കുന്നു. ഭാരതത്തിലെ എമ്പാടും ഈ ദിനം വളരെ മഹത്തരമായ ഒരു ആഘോഷത്തിൻ്റെ ചുമതലയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ശൂലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വമായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഇന്ത്യ ഈ ലോകത്ത് എന്ന് വരെയുണ്ട് അന്ന് വരെ വിസ്മരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് 38 കോടി ജനങ്ങളും പട്ടിണി പാവങ്ങളായ ചില ആളുകൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. വളരെ ക്ഷീണിതാവസ്ഥയിലുള്ള ഇന്ത്യ ഇന്ന് ലോക ഭൂപടത്തിൽ 2 or 3 സ്ഥാനത്ത് എത്തി നിൽക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അടിസ്ഥാനപരമായി അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയാൻ ഒരു സംശയമാർക്കുന്നില്ല. നമുക്കറിയാം, പഞ്ചവർഷ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഓരോ 5 വർഷം കൂടുമ്പോഴും ഒരു പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ വിവിധ പദ്ധതികൾക്കും പുതിയ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതൊരു വ്യവസായ രംഗത്ത് നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു തീപ്പെട്ടി കമ്പ് പോലും നിർമ്മിക്കാനുള്ള ഒരു ഫാക്ടറി നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും അങ്ങനെ വ്യോമയാന രംഗത്ത് അതുപോലെ തന്നെ എല്ലാ തലത്തിലും ഫോഴ്സ് നമ്മുടെ ഇന്ത്യയുടെ മിലിറ്ററി രംഗത്തെല്ലാം തന്നെ ശക്തി പ്രാപിക്കാൻ ലോകത്തിന് അസൂയാവഹമായ നേട്ടം കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആശയം കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. വേണമെങ്കിൽ പറയാം, കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെ ആദിയുള്ള അതായത് സോഷ്യലിസം ആശയങ്ങളും മിക്കവാറും തന്നെ ലോക രാജ്യങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ ആദിയുള്ള ആളുകളെ സംബന്ധിച്ചാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ BR അംബേദ്കറെ ഭരണഘടന ഏൽപ്പിച്ചപ്പോൾ ആ സ്വതന്ത്ര ഭാരതത്തിൽ നമുക്കൊരു റിപ്പബ്ലിക് ആവണമെങ്കിൽ ഒരു ഭരണഘടന വേണം, ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് സോഷ്യലിസം എന്നൊരു വാക്ക് വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു ഈ ഡോക്ടർ BR അംബേദ്കറോട് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സോഷ്യലിസ്റ്റ് ചിന്താഗതിയും അതുപോലെ നമ്മുടെ ഭരണത്തിൽ സ്വാതന്ത്ര്യം, സോഷ്യലിസം, സമത്വം എന്നിവയുള്ള 4 പില്ലറുകൾ നമ്മളെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സോഷ്യലിസ്റ്റ് മനോഭാവത്തോട് ഉന്നയിച്ചിട്ടുള്ളതുകൊണ്ട് ഈ സംവരണാടിസ്ഥാനത്തിൽ ഞങ്ങളെ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായും സാമ്പത്തികമായ നമുക്ക് സംവരണമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള സംവരണങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ അത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ മറ്റ് രാജ്യങ്ങളിൽ സോഷ്യലിലേക്ക് പോയി പഠിച്ചപ്പോൾ അവർക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഭരണഘടന വായിച്ചാൽ അവർക്ക് ഭരണ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു ഡോക്ടർ BR അംബേദ്കർ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് സോഷ്യലിസ്റ്റ് ആശയം നമ്മുടെ ഭരണഘടനയിൽ തീർച്ചയായും വേണമെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിങ്ങനെ ഈ രാജ്യം സോഷ്യലിസ്റ്റ് മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുകയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതി അടുത്തിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജനനം നമുക്കറിയാം, മോത്തിലാൽ നെഹ്റു സ്വരൂപ് റാണി എന്നീ പറയുന്ന കമ്പനികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്.
വളരെ സമ്പന്നമായിട്ടൊരു കുടുംബം 545 നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, അതൊക്കെ ആ രാജ്യത്ത് അത്രയും ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർക്ക് തരാൻ വൈകി എന്ന വിവരത്തിൽ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിലയ്ക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഉന്നത രാജകുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു മോത്തിലാൽ നെഹ്റു. അങ്ങനെ വിലയ്ക്ക് ചോദിച്ചു എന്നുള്ളതാണ് പുസ്തകങ്ങൾക്ക് നമ്മൾ വായിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന ആള് തീരെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ 1912 പിന്നെ അദ്ദേഹത്തിന്റെ പഠനം പൂർത്തി 1889 ജനിച്ച അല്ലെങ്കിൽ അഹമ്മദാബാദിൽ ജനിച്ച ജവഹർലാൽ നെഹ്റു പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും പോയി സന്ദർശിച്ച് അവിടെ പഠിക്കുകയും അതിനുശേഷം 1912 ഇവിടെ വന്ന് കോൺഗ്രസ് ചേരുകയും ഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി സ്വാതന്ത്ര്യ സമര രംഗത്തും ഉപ്പു സത്യാഗ്രഹം പോലുള്ള അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു ഇതായിരുന്നു ചേരി ചരാ നയം. അത് പ്രവർത്തിക്കാൻ മുളയ്ക്കുന്ന അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ലോകത്തിൽ ശ്രദ്ധയാക്കി തരുന്ന സമരമാർഗങ്ങൾ ആവിഷ്കരിക്കാൻ, ലോക നേതാക്കന്മാർക്ക് ഇടയിൽ നിന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ സ്പേസ് ഉണ്ടാക്കാൻ ലോകത്തിൽ സ്പേസ് ഉണ്ടായിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വം. അന്ന് അക്കാലത്ത് ഇന്ത്യ പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്നു, പടുവിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പ്രധാനമന്ത്രി അവിടെ ആ ഉന്നതന്മാരായിട്ടുള്ള ലോക രാജാക്കന്മാരുടെ കീഴിൽ അദ്ദേഹം ഈ തൊപ്പിയിൽ വെച്ച് ചെന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം കുട്ടികൾ. അദ്ദേഹം ഒരു കോളേജിൽ സ്കൂളുകളിൽ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹം കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂട്ടിൽ നിന്നും ഈ കുപ്പി മാറ്റി ചീപ്പെടുത്ത് തരികയും അപ്പോൾ അദ്ദേഹത്തിന് തല അറിയാം, എന്റെ പോലെ തല തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആ ഈരുന്ന സമയത്ത് പറവറാന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ഈ കുട്ടികൾ അദ്ദേഹത്തെ കുടികൂടെ ചിരിക്കും. അങ്ങനെയുള്ള ഒരു ഹാസ്യാത്മകം, ഒരു ഹാസ്യ രംഗത്തും അദ്ദേഹത്തിന് ജവഹർലാൽ നെഹ്റുവിനെ ഈ നമ്മുടെ ഈ നിലവിലുള്ള ഭരണഘടനാ വ്യവസ്ഥിതിയിൽ നിന്നൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യത്തിനെ ചെറുക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വരികയാണ്. ഇപ്പൊ തീർച്ചയായും അത് അപലപിക്കപ്പെടേണ്ടതാണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും എല്ലാ മതങ്ങളെയും അവരുടെ മതവിശ്വാസങ്ങളെയും വളർത്തിയെടുക്കുന്നതിനും ഇന്ത്യയിലെ ജനാധിപത്യവും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിനും അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ആരാധ്യനായ ധീരനായ ഒരു നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കറുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ഈ ജന്മദിനത്തിന്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമുക്കറിയാം നവംബർ 14 രാജ്യത്തെമ്പാടും നമ്മൾ ശിശുദിനം ആചരിക്കുകയാണ്. ശിശുക്കളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം, ആ വാത്സല്യം നമുക്ക് എന്നും അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ശിശുക്കളെ ഓർമ്മിക്കുന്ന ഒരു ദിവസമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം പ്രത്യേകമായി ആ ദിവസം എടുത്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് ഈ ശിശുദിനത്തിന്റെ എല്ലാ ജന്മദിന ആശംസകളും ഈ അവസരത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് നിലനിർത്തുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ സ്മരണകള്, അദ്ദേഹത്തിന്റെ ചിന്തകള്, അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യങ്ങളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അത് കഴിയുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ അനുസ്മരണത്തിന്റെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. Hmm.